അപ്പോൾ ഇന്നു മുതൽ ഈ ഒരു നുണ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസും CPM നിർത്തണം. കാരണം ഇത് പറഞ്ഞാൽ CPM-ഉം കോൺഗ്രസും അവർക്ക് പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശബരിമല കൊള്ള, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം, പിന്നെ വികസനമില്ലായ്മ, അഴിമതി, കോൾഗേറ്റ് 2G സ്കാം, കോമൺവെൽത്ത് സ്കാം, ഇതെല്ലാം നടന്നത് 2004 മുതൽ 2009 വരെ. CPM ആയിരുന്നു കോൺഗ്രസിൻ്റെ പാർട്ട്ണർ 2004 മുതൽ 2009. ഇത് മറക്കരുത്. UDF CPM-ൻ്റെ ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ മൊത്തം വോട്ട് ട്രാൻസ്ഫർ ചെയ്തു 2011. CPM-ഉം കോൺഗ്രസും അവർക്ക് പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഭയം വന്നിട്ടുണ്ട് എന്ന് അതിലൊരു സംശയം ഞങ്ങൾക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കുറച്ച് നമ്മളെല്ലാവരും ആലോചിച്ചാൽ, ഞങ്ങൾ 7 മാർച്ച് മുതൽ തുടങ്ങിയൊരു ക്യാമ്പയിനായിരുന്നു CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അത് ഔട്ട്ഡോർ ക്യാമ്പയിനും ഡിജിറ്റൽ ക്യാമ്പയിൻ വഴി നന്നായി ആ ക്യാമ്പയിൻ വൈറലാവുന്ന സമയത്താണ് കഴിഞ്ഞ 3 ദിവസം ആയി നമ്മൾ കാണുന്നത് കോൺഗ്രസ് പറയുന്നു CPM BJP-ൻ്റെ B ടീമാണ്, CPM പറയുന്നു കോൺഗ്രസ് BJP-ൻ്റെ B ടീമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. ഒന്ന്, ഈ രണ്ടല്ല ഒന്നാണ് എന്ന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അതിൻ്റെ ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഉദാഹരണം ശബരിമല കൊള്ള, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം, പിന്നെ വികസനമില്ലായ്മ, അഴിമതിയും ചെയ്യുന്ന 2 പാർട്ടി CPM-ഉം കോൺഗ്രസ് ആണെന്ന് ഈ 3 ഉദാഹരണമായിട്ട് ഞങ്ങൾ പറയുന്നത് CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അതിൻ്റെ അപ്പുറം ഈ 2 പാർട്ടി അവരുടെ നിലപാട് കഴിഞ്ഞ ഈ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവർ എന്തെല്ലാം ചെയ്തു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒന്നാമത്തെ കാര്യം അതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ് ചെയ്തൊരു പ്രചരണം, ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടാൻ പോകുന്നു, 120 സീറ്റ് കിട്ടാൻ പോകുന്നു, 150 സീറ്റ് കിട്ടാൻ പോകുന്നു, പിന്നെ ആരോ പറഞ്ഞു അല്ല 140 സീറ്റേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി. അവർക്ക് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവർക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അവരുടെ സ്ഥിതി ഇന്ന് സർവേ പ്രകാരം അതിൻ്റെ പകുതിയും കിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു പെട്ടെന്ന് ഒരു അർജൻറ്റായിട്ട് മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, 100% അത് കൺസോളിഡേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം. അത് എന്ത് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? അവരുടെ മനസ്സിലെ, ഞാനല്ല പറഞ്ഞത്. CPM-ന് പോകുന്ന മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ CPM BJP-ൻ്റെ B ടീമാണെന്ന് പ്രചരിപ്പിക്കാം. അപ്പോൾ മറുവശത്തൊരു CPM ഉണ്ടല്ലോ. CPM-ഉം കോൺഗ്രസിൻ്റെ ഒരു മിനി വെർഷൻ അല്ലേ. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അല്ല രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ BJP-ൻ്റെ B ടീം. അപ്പോൾ ഇതിന് പിന്നിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്കറിയാം ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ട്, ഈ 2 പാർട്ടിയും രണ്ടല്ല ഒന്നാണ്. രണ്ടാമത്തെ കാരണം, അവർക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് കാലത്തെ ഇലക്ഷന് പോലെ മുസ്ലിം സഹോദര സഹോദരിമാരും ഇവരെ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാവാൻ അവർക്കും താല്പര്യമില്ല. അതിനുവേണ്ടി ഒരു പ്രചരണം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ഈ CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അതിൻ്റെ ഭാഗമായി എനിക്ക് കുറച്ച് തെളിവ് മുമ്പോട്ട് വയ്ക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ വയ്ക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും ഓർമ്മയുണ്ട്, ഈ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടന്നത് 2004 മുതൽ 2014 ആയിരുന്നു. UPA സർക്കാരായിരുന്നു, കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു. കോൾഗേറ്റ് 2G സ്കാം, കോമൺവെൽത്ത് സ്കാം, ഇതെല്ലാം നടന്നത് 2004 മുതൽ 2009 വരെ. ഫാർമേഴ്സ് ലോൺ സ്കാം നടന്നത് 2004 മുതൽ 2009 വരെ. ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നത് ആരുടെ പിന്തുണയായി ഉണ്ടായിരുന്നു 2004 മുതൽ 2009 വരെ? ഓർമ്മിക്കണം CPM ആയിരുന്നു കോൺഗ്രസിൻ്റെ പാർട്ട്ണർ 2004 മുതൽ 2009. ഇത് മറക്കരുത്, ഞാൻ മറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് ആരാണ് ആരുടെ B ടീം എന്ന് ഒരു സാധാരണ മലയാളിയോട് ചോദിച്ചാൽ, ഞാൻ ഇനി പറയാണ്ട്, ഇപ്പോൾ തുടക്കമാണ്. പിന്നെ
കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. എല്ലാം ശരിയാവുമെന്ന വാഗ്ദാനം കൊടുത്ത് മാൻഡേറ്റ് കിട്ടിയ പാർട്ടിയായിരുന്നു CPM. ഒന്നും ശരിയായില്ല. പക്ഷേ ഓരോരോ കൊല്ലം 10 കൊല്ലത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്, ഒരു ചുക്കും പറഞ്ഞില്ല. അപ്പം എന്തുകൊണ്ട്? കാരണം CPM കോൺഗ്രസ് രണ്ടല്ല, ഒന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം. പിന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ 2025, ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചരിത്രം പറഞ്ഞു തരികയാണ്. തെളിവ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും CPM പൊളിക്കണ്ടേ? നമ്മളെല്ലാം ഉത്തരവാദിത്തമല്ലേ? 2025 BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു അയിരൂർ പഞ്ചായത്തിൽ. പക്ഷേ ആരാണ് കൈ പിടിച്ച് BJPനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കിയത്? കോൺഗ്രസും CPM, LDF, UDF. അപ്പോൾ ആരാണ് ആരുടെ ബി ടീം? ഞങ്ങളെ തോൽപ്പിക്കാൻ CPM കോൺഗ്രസും ഒരുമിച്ച് വരുമ്പോൾ ആരാണ് ആരുടെ ബി ടീം? ഇത് ചോദിക്കേണ്ടതല്ലേ? ഇത് ഇപ്പോൾ നടന്നതാണ്, 4 മാസം മുമ്പ്. 2020 NDA തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ 5 സീറ്റ് പിടിച്ചു. പക്ഷേ CPMന് അവിടെ പിന്തുണ കൊടുത്തത് ആരായിരുന്നു? UDF. അപ്പം ആരാണ് ആരുടെ ബി ടീം? ചോദിക്കേണ്ടതല്ലേ? പിന്നെ ഇവരുടെ ഒരു ഒത്തുകളി, അതിൻ്റെ ഞാൻ ഒരു 2-3 ഉദാഹരണം പറയുകയാണേ. 2006 UDFൻ്റെ N ശക്തൻ നേമം മണ്ഡലം ജയിച്ചത് 50.7% വോട്ട് ഷെയറുണ്ട്. 2011 5 കൊല്ലം കഴിഞ്ഞിട്ട് UDFൻ്റെ വോട്ട് ഷെയർ 17%. ബാക്കി എവിടെ പോയി? കോൺഗ്രസ്, UDF, CPMൻ്റെ ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ മൊത്തം വോട്ട് ട്രാൻസ്ഫർ ചെയ്തു 2011. ആരാണ് ആരുടെ ബി ടീം? 2016 കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ, നേമം മണ്ഡലത്തിൽ വോട്ട് ഷെയർ 9.7%. എന്തായിരുന്നു 2006? 50.7%. 2011 ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ 17.38. 2016 9.7%. സുരേന്ദ്രൻ പിള്ളേനെ തോൽപ്പിച്ചു, ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ നോക്കി, പക്ഷേ ജനങ്ങൾ O രാജഗോപാലിനെ ജയിപ്പിച്ചു. അതേപോലെ തന്നെ 2021 ഇതേ ക്രോസ് വോട്ടിംഗ് K മുരളീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ചെയ്തു. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇത് ഞാൻ തുടങ്ങിയാണ്ടല്ലോ, ഇത് 2 മണിക്കൂർ എടുക്കും. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. വട്ടിയൂർക്കാവിൻ്റെ വോട്ട് CPMൻ്റെ KJ തോമസ് കമ്മീഷൻ പറയുന്നു, അവരെ പാർട്ടി കമ്മീഷനാണ്. CPMൻ്റെ സ്ഥാനാർത്ഥി TN സീമേനെ 3ാം സ്ഥലത്തേക്ക് മാറ്റിയത് K മുരളീധരന് വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണെന്ന്. ആരാണ് ആരുടെ ബി ടീം? അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ മഞ്ചേശ്വരം 16-21, 24 തിരുവനന്തപുരം ഫീൽഡ് ചെയ്ത വീക്ക് കാൻഡിഡേറ്റ്സ്, വയനാട് അത് എലക്ഷൻ. പിന്നെ ഓരോരോ കൊടുങ്ങല്ലൂർ 2025 40% വോട്ട് പിടിച്ച BJPനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ട്രാൻസ്ഫർ ചെയ്ത വോട്ട് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത്? CPM. അപ്പോൾ ബി ടീം ആരാണ്? A ടീം ആരാണ്? ഇതിൽ ആലോചിക്കേണ്ടതല്ലേ? ആലോചിക്കണം. പിന്നെ പാർലമെൻറ്റിൽ ട്രിപ്പിൾ തലാഖാണോ, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ആണോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണോ, വഖഫ് അമെൻമെൻറ്റ് ആക്ട് ആണോ? ഇതിലെല്ലാം ഒരുമിച്ച് വോട്ട് ചെയ്യുന്നത് ആരാണ്? CPM കോൺഗ്രസ് അല്ലേ? അപ്പോൾ എങ്ങനെയാണിത്? ആരാണ് ഇതിൽ A ടീം ബി ടീം? അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്? ഓക്കെ, CPM പറയട്ടെ, ഞാനാണ് A ടീം, കോൺഗ്രസ് ആണ് ബി ടീം. പക്ഷേ ഇവർ തമ്മിലാണല്ലോ AB. എന്നിട്ട് ഈ ഇലക്ഷനിൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന ആരാണ് ഒരുമിച്ച്? CPM കോൺഗ്രസ് അല്ലേ? 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറീസിൽ പൊളിറ്റിക്കൽ അലയൻസിൽ ആരാണ്? CPM കോൺഗ്രസ് അല്ലേ? അപ്പോൾ ഇന്നു മുതൽ ഈ ഒരു നുണ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസും CPM നിർത്തണം. കാരണം ഇത് പറഞ്ഞാൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമമാണെന്ന് ജനങ്ങൾ ആലോചിക്കും. അപ്പോൾ അത് നിർത്തണം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. BJP NDAനെ തോൽപ്പിക്കണമെങ്കിൽ
ഈ വികസന മത്സരത്തിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുക. ഈ നുണ പറഞ്ഞ് മുസ്ലിം വോട്ട് പിടിക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ രാഷ്ട്രീയം ഇനി ഇവിടെ നടക്കില്ല, അത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് BJP പറയാൻ ആഗ്രഹിക്കുന്നു.